എടോ ഒരു ഗ്ലാസ് ചായ എടുത്തേ. എന്താ ചായ കൊണ്ടുവരുന്നു? ഇതാ ചായ. താൻ ഇവിടെ ഇരിക്കടോ? ഇല്ല, ഞാൻ ഇരിക്കുന്നില്ല. ഇനി ഉമ്മാക്ക് ദേഷ്യം പിടിക്കണ്ട ഞാൻ ഇവിടെ ഇരിക്കണ കണ്ടിട്ട്. എന്നാ പോട്. ആഹാ, കുടിച്ച ചായ ഗ്ലാസ് പോലും കഴുകി വെച്ചിട്ടില്ലല്ലേ. ഇനി ഇവളോട് ചോദിച്ചത് തന്നെ കാര്യം. അല്ല, നീ ആ ചായ ഗ്ലാസ് ഇതുവരെ കഴുകി വെച്ചിട്ടില്ലേ? ആ ഉമ്മ അത് മറന്നു പോയി. ഉമ്മക്ക് അതൊന്ന് കഴുകി വെച്ചതായിരുന്നു. അല്ല മോളെ, എനിക്ക് നീ കുടിച്ച ചായൻ്റെ ഗ്ലാസ് വരെ കഴുകി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ. ഈ വീട്ടിലെല്ലാ പണിയും ഞാൻ എടുത്തെടുത്ത് മടുത്തു. രാവിലെ തൊട്ട് അന്ത്യാവുന്നവരെ പണിയോട് പണി തന്നെ. അതെന്താ ഉമ്മ, ഈ വീട്ടിലത്തെ പണി ഞാൻ എടുക്കുന്നില്ലേ? ഉമ്മ മാത്രമാണോ ഈ വീട്ടിൽ കഷ്ടപ്പെടുന്നത്? അല്ല, റൂമിലേക്ക് കുറേ നേരമായല്ലോ പോയിട്ട്. ഇതുവരെ നിന്റെ മടക്കി വെക്കൽ കഴിഞ്ഞില്ല. അതിനെങ്ങനെയാ? 24 നേരം ഫോണും ടി വിയും അല്ലേ, വേറെ എന്തുണ്ട് നിനക്ക് ചെയ്യാൻ? ഞാൻ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഫോൺ കാണാനും ടി വി കാണാനൊക്കെ ഇരിക്കുന്നത്. ഉമ്മാക്ക് ഏത് നേരം എന്തെങ്കിലും പറഞ്ഞ് വഴക്ക് കൂടാൻ ആഗ്രഹമില്ല. എനിക്ക് ഒട്ടും താല്പര്യമില്ല. നീ എന്തിനാ ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കുറ്റം തന്നെയാണ്. സംസാരിച്ചാലും കുറ്റം, സംസാരിച്ചില്ലെങ്കിലും കുറ്റം. ഇനി എന്താ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യേണ്ടത്? നീ ഇത് നിൻ്റെ വീടായിട്ട് കാണും. നിൻ്റെ ഇതുകൂടി വീടാണെന്നുള്ളത് ബോധം നിനക്കുണ്ടെങ്കിൽ തന്നെ എല്ലാ പ്രശ്നത്തിനും സമാധാനവും കാണും. എന്താ ഇവിടെ പ്രശ്നം? കുറച്ച് ദിവസത്തേക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു, വീണ്ടും തുടങ്ങിയോ രണ്ടുപേരും? അതും മോനെ, എനിക്കും ഈ വീട്ടിലൊന്ന് സമാധാനമായി ജീവിക്കണം. അമ്മേ, അവൾ പുതിയ തലമുറയാണ്. അമ്മ അവളെ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ നീ അമ്മയെ അമ്മയായിട്ട് കാണാൻ പഠിക്കണം. എന്നാൽ തന്നെ എല്ലാവിധ പ്രശ്നവും ഇവിടെ തീരും. ഇനി രണ്ടുപേരും കൂടി ഇവിടെ വല്ല ഉച്ചയോ ബഹളമോ ഞാൻ കേട്ട് കാണാം. രണ്ടുപേരും വീടിൻ്റെ പുറത്താണ്, മനസ്സിലാക്കിക്കണം. വീട്ടിൽ കുറച്ച് സമാധാനം സ്വസ്ഥതയുമാണ് വേണ്ടത്. ഉമ്മ ഒന്ന് വന്നിവിടെ ഇരുന്ന്, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഉമ്മ, അവൾ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഉമ്മ, ഞങ്ങൾ തെറ്റ് ചെയ്താൽ ക്ഷമിക്കില്ലേ? അതേ രീതിയിൽ അവളെയും കാണും ഉമ്മ. ഉമ്മ അവളെ മരുമകളാകാതെ മകളായിട്ട് കണ്ടു നോക്കൂ. അപ്പോൾ എല്ലാ പ്രശ്നത്തിനും സോൾവ്. ഞാൻ അവളോടും ഇത് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഉമ്മ അവളെയും മകളായിട്ട് കാണില്ല. ഉമ്മക്ക് ഇതല്ലാതെ എന്നോട് വേറൊരു കാര്യം പറയാനില്ലേ? ശരിയാണ്, അവളെ എടുത്തുചാട്ടക്കാരിയാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കൂടി വരേണ്ട ഉമ്മ. അവൾ ഈ തലമുറയിൽ ജീവിക്കുന്ന ഒരാളല്ലേ. നീ പറഞ്ഞത് ശരിയാടാ. ഞാനെപ്പോഴും അവളെ മരുമകളായിട്ടാണ് കണ്ടത്, മകളായിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അവൾ തൊട്ടാലും തൊട്ടില്ലെങ്കിൽ എല്ലാം പ്രശ്നം. ഇനി അതുണ്ടാവില്ലടാ. ഞാൻ അവളെ മകളായിട്ട് തന്നെ കാണുകയുള്ളൂ. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളെ വീഡിയോ ആരെല്ലാം കണ്ടോ അവരൊക്കെ ഒന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകണം പ്ലീസ്, ഒരു റിക്വസ്റ്റാണ്. ബൈ.